ഞാൻ ഇപ്പം ഈ ചെയ്യുന്ന വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് തോന്നിയോണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അത് ഞാൻ കൊല്ലത്തേക്ക് പോകാൻ പ്ലാനുണ്ട്. കൊല്ലത്തേക്ക് ഒരു ആവശ്യമായിട്ട് പോകാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ ഈ പാരിപ്പള്ളിയുടെ വീഡിയോ എടുക്കുന്നത് കൊല്ലത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അല്ല, കൊല്ലത്തിൻ്റെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ പോളയത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലെ, പോളയം ജംഗ്ഷനിൽ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഇത് നമ്മളെ കോളേജ് ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ കോളേജ് ജംഗ്ഷന് തൊട്ടപ്പുറത്തുള്ള നമ്മളെ ട്രെയിനിൻ്റെ ട്രാക്ക് പോകുന്നത് കാണാം. എന്ന് വെച്ചാൽ ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇത് നമ്മളെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് പാർക്കാണ്. ഈ പാർക്കിൻ്റെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നത്. ഞാൻ ഒരുപാട് വീടിക്കകത്ത് കണ്ടിട്ടുണ്ട്, പോയിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് ഗെയിമും അങ്ങനെയൊക്കെയുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും പിന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. മറ്റേ ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം എനിക്ക് നല്ലൊരു തണലായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ക്യാമ്പ് ഉണ്ടാവും. ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്, പക്ഷെ അത് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു നമുക്ക് തണലുണ്ട്. ഇത് നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. നമ്മളൊരു പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ ചെന്നിറങ്ങും. ക്ലോക്ക് ടവർ എന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് ഈ ബസ് നമ്മൾ പോകുന്നത് നമ്മളെ ചിന്നക്കട ബസ് സ്റ്റാൻഡ് അതുവഴി പാസ് ചെയ്ത് എനിക്ക് പോവേണ്ട നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എനിക്ക് RP മാളിലാണ് എനിക്ക് പോവേണ്ടത്. അപ്പം ഈ കൊല്ലത്തേക്കൊക്കെ പോകുന്നവരോ അതായത് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുടയോ തൊപ്പിയോ ഒരു കപ്പി വെള്ളം കൂടെ കഴിക്കും. ഒന്നാമത് നല്ല ചൂടും ഭയങ്കര വെയിലും ഒക്കെയാണ്. അത്യാവശ്യം നല്ല പൊടിയും ഇപ്പം NH-ൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത്. ഇപ്പം നമ്മൾ എത്തിയാക്കുന്നത് ചിന്നക്കടയാണ്. ഞാൻ നേരെ ഇറങ്ങുന്നത് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ഇറങ്ങിയാൽ എനിക്ക് തൊട്ടിപ്പുറത്ത് നടന്നു വരാം. അങ്ങനെ ഞാൻ പാരിപ്പള്ളിയിൽ നിന്ന് കയറിയ അത്യാവശ്യം ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ സീറ്റെല്ലാം വണ്ടി കാലിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബസ് ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തും. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് അപ്പം നമ്മൾ പോകുന്നത് ഈ RP മാളിൻ്റെയൊക്കെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ട്രാഫിക് നമ്മളെ സിഗ്നലായിട്ടുണ്ട്. അപ്പം വണ്ടികളെല്ലാം ഇവിടെ നമ്മളെ സിഗ്നലിൽ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളെ സ്റ്റാൻഡിലേക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ബസ്സിൽ ഇറങ്ങിയ ശേഷം കാണാൻ പറ്റും ഭയങ്കര വെയിലും പൊടിയും. അപ്പോൾ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വെയിലാണ്. എൻ്റെ കയ്യിൽ കുടയില്ല, തൊപ്പിയില്ല, ട്യൂബിൽ വെള്ളമുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നതായിരിക്കും തൊപ്പി എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ നേരെ നടന്ന് നമ്മൾ RP മാളിലേക്ക് RP മാളിൽ കയറി ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ പെങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നേരെ കുറച്ച് നേരം ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ കുട്ടിയും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, ഈ PT യുടെ തൊട്ടപ്പുറത്താണ് നമ്മളെ ലുലു ഉണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.